ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു ഹോസ്പിറ്റൽ ഡേ വ്ളോഗ് ആയാലോ? ഇന്ന് രാവിലെ ആയപ്പോഴാണ് കേട്ടോ ഞാൻ വിചാരിച്ചത് എന്തായാലും നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാമെന്ന്. അപ്പോൾ ഇന്ന് ജില്ലാ ഹോസ്പിറ്റലിലൊന്ന് പോകണം, എനിക്ക് സ്കിന്നിൻ്റെ ഡോക്ടറെ ഒന്ന് കാണിക്കണം. അതുപോലെ തന്നെ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര തലവേദനയാണ്, അപ്പോൾ ജനറൽ ഒ പിയിലും ഒന്ന് കാണിക്കണം. അപ്പോൾ എൻ്റെ അമ്മ അവിടെ തൃശ്ശൂർ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അമ്മോട് എനിക്ക് ഒ പി ടിക്കറ്റ് എടുക്കാനായിട്ട് ഒരു ടോക്കൺ എടുത്ത് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 555 നമ്പർ കിട്ടിയത്. അപ്പോൾ ഞാൻ എത്തുമ്പോഴേക്കും ഒരു 512 ആയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ പോയി ഒ പി ടിക്കറ്റൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ ചെന്നപ്പോൾ ജനറൽ ഒ പിയിൽ 116 ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് 117 എങ്ങാണ്ടാണ് നമ്പർ കിട്ടിയത്. അങ്ങനെ ചെന്ന് ജനറൽ ഒ പിയിൽ കാണിച്ചു. ജനറൽ ഒ പിയിൽ കാണിച്ചപ്പോൾ എനിക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ പോയി സ്കിന്നിൻ്റെ ഡോക്ടറെ കാണിച്ചു. പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് ബില്ലടയ്ക്കാൻ ക്യാഷ് കൗണ്ടറിൽ പോയി ക്യൂ നിന്ന് ബില്ലൊക്കെ അടച്ച് പോയി ബ്ലഡ് ടെസ്റ്റിനൊക്കെ കൊടുത്തു. അങ്ങനെ എല്ലാം കൊടുത്ത് വന്നപ്പോഴേക്കും ഒരു 12 മണി 12:30 ആയി. പിന്നെ ബ്ലഡ് ടെസ്റ്റ് കിട്ടാനായിട്ട് 2.5 മണിക്കൂർ പിടിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാനും അതുകുട്ടിയും കൂടെ പോയി രാധാകൃഷ്ണയിൽ നിന്ന് ഒരു മസാല ദോശ കഴിച്ചു. എനിക്ക് രാധാകൃഷ്ണയിലെ മസാല ദോശ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. നമ്മൾ ഇടയ്ക്ക് പോയി കഴിക്കാറുണ്ട്. നമ്മൾ ടൗണിലൊക്കെ പോകുമ്പോൾ മെയിനായിട്ട് അവിടെ നിന്ന് മസാല ദോശ കഴിച്ചിട്ടാണ് വരാറ്. അപ്പോൾ അങ്ങനെ അവിടെ പോയിട്ട് നമ്മൾ മസാല ദോശ കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ലാബിൽ ചെന്നപ്പോൾ നമ്മുടെ റിസൾട്ട് ആയിട്ടുണ്ടായിരുന്നില്ല, 2.5 മണിക്കൂർ ആയിട്ടില്ല. 3 മണിയാവണം റിസൾട്ട് കിട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ ലാബിൻ്റെ അവിടെ വെയിറ്റ് ചെയ്തു. അതുകൂട്ടാണെങ്കിൽ അവിടെ കാണുന്ന പിള്ളേരെയൊക്കെ ചേട്ടാ ചേച്ചി എന്ന് വിളിച്ചിട്ട് ഓളിയും കളിയും ബഹളും അവിടെ ഓടി നടക്കലൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ 3 മണിയൊക്കെ ആയപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടി. റിസൾട്ട് മേടിച്ച് നമ്മൾ ചെന്ന് പിന്നെയും ജനറൽ ഒ പിയിൽ കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ബ്ലഡ് ടെസ്റ്റിലൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു മരുന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് കുറവില്ലാന്നുണ്ടെങ്കിൽ ENTയിൽ ചെന്ന് കാണിക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക്. അപ്പോൾ നമുക്ക് ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറിയിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ഞാൻ കരുതി നമുക്കൊന്ന് നടക്കാമെന്ന്, കുറേ നാളായില്ലോ ഇങ്ങനെയൊക്കെ പോകുന്നിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് കുട്ടീനെയും കൊണ്ട് നമുക്ക് നടക്കാമെന്ന്. എനിക്ക് ഭയങ്കര ഒരു സന്തോഷം കേട്ടോ, കാരണം എനിക്ക് മുന്നേ അത് കുട്ടീനെയും കൊണ്ട് ഒറ്റയ്ക്ക് പുറത്ത് പോകാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ടെൻഷനാണ്. എന്നെ കൊണ്ട് പറ്റുമോ, അവനെ മാനേജ് ചെയ്യാനായിട്ട് പറ്റുമോ എന്നൊക്കെയാണ് എൻ്റെ മനസ്സിൽ. അത് കാരണം എനിക്ക് ഒറ്റയ്ക്ക് അങ്ങനെ പുറത്ത് പോകാൻ ഭയങ്കര മടിയാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, എന്നെക്കൊണ്ട് പറ്റും അത് കുട്ടീനെയും കൊണ്ട് വരാൻ, എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നുണ്ട് എൻ്റെ മനസ്സിൽ. പിന്നെ അവനെയും കൊണ്ട് ഞാൻ സ്കൈ വാക്കിലൊക്കെ കയറി, അവനെ 2 മിനിറ്റ് അവിടെയൊക്കെ നിർത്തി. അവനും ഭയങ്കര സന്തോഷം, അവന് താഴെ നോക്കിയിട്ട് വണ്ടിയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്കത് കണ്ടിട്ട് ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറി വീട്ടിലേക്ക് വന്നു. ബസ്സിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അതുകൂട്ടി ഉറങ്ങി കേട്ടോ. വീട്ടിലെത്തിയതും ഞാൻ അവനെ ഊഞ്ഞാലിൽ കിടത്തി ഒരു 10 മിനിറ്റൊക്കെയാണ് ആൾ ഉറങ്ങിയത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഹോസ്പിറ്റൽ വ്ളോഗ് എന്ന് പറയുന്നത്. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു.